നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നത്തോലി മീൻകറിയാണ്. എങ്ങനെയാണ് അത് വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റിയിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചെറുള്ളി 5-6 എണ്ണം, തക്കാളി ഒരു മീഡിയം സൈസ്, കറിവേപ്പില, പച്ചമുളക് 2 എണ്ണം നെടുകെ കീറിയത്, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉലുവ. ആവശ്യമായ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരപ്പിന് ആവശ്യമായ തേങ്ങ 1.5 കപ്പ്, വെളുത്തുള്ളി 5-6 അല്ലി, ചുവന്നുള്ളി, മുളക് പൊടി, പെരുംജീരകം, മഞ്ഞൾപ്പൊടി. 1/2 കിലോഗ്രാം നത്തോലി മീനാണ് കറി വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. അതിലോട്ട് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം, 1 കപ്പ് ചുവന്നുള്ളി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് കറിവേപ്പില, 2 അല്ലി മുളക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വഴണ്ട് വരുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലെ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളിയും നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1 കപ്പ് ഓഫ് വാട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിലോട്ട് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. പുളി നോക്കിയിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് സോൾട്ട് ടോട്ടലി ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ നമ്മുടെ നത്തോലി മീനെ ചേർത്ത് കൊടുക്കുന്നതാണ്. നത്തോലി മീൻ ചേർത്തതിന് ശേഷം നമ്മുടെ കറി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 to 7 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. മീൻ ഒട്ടും കലങ്ങി പോകാൻ പാടില്ല കേട്ടോ. നത്തോലി മീൻ പെട്ടെന്ന് കലങ്ങി പോകും, അങ്ങനെ കലങ്ങി പോകാൻ പാടില്ല. അതിനുശേഷം എടുത്തപ്പോൾ നമ്മുടെ കറി തൂമിക്കാൻ വേണ്ടി പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ചെറുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് നന്നായി ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അത് നമ്മളുടെ കറിയിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ കറിയുടെ. അപ്പോൾ നമ്മളുടെ നത്തോലി ഫിഷ് കറി, സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി ഫിഷ് കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റി. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.